ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് ഏകദേശം 4 മണിക്ക് നീച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ അഖണ്ഡനാമമാണ്. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്താട്ടോ അമ്പലം. അപ്പോൾ ഞാനും അമ്മയും കൂടെ കേട്ടോ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കേട്ടോ അമ്മമ്മ വന്നിട്ട് അമ്മമ്മേൻ്റെ സാരി ഒന്ന് റെഡിയാക്കി കൊടുക്കുക പറഞ്ഞത്. ഞാനത് സാരി എടുക്കുന്നില്ല, കാരണം എനിക്ക് സാരി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ സാരി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാം. ഇന്ന് മുതൽ നാളെ രാവിലെ വരെ നമുക്ക് അഖണ്ഡനാമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മമ്മേൻ്റെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ. ഇപ്പം തന്നെ സമയം 5:30. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും നമുക്ക് അമ്പലത്തിലെത്തണം. ഞാൻ റെഡിയായി. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ. ഈ ഗേറ്റ് ഇറങ്ങിയിട്ട് ചെല്ലുന്നത് തന്നെ കേട്ടോ അമ്പലം. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെല്ലുമ്പോൾ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളോട്ടോ ആദ്യം വന്നത്. ഇനി ഒരു 6 മണിയാകുമ്പോഴേക്കും ഒരുപാട് ആൾ വരും. ഞങ്ങൾ പിന്നെ ഉള്ളിലൊക്കെ കയറി തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും കേട്ടോ സമയമായത്. ഒരു ഉദയം മുതൽ ഉദയം വരെ ആയിട്ടോ ഞങ്ങളുടെ അഖണ്ഡനാമം നടക്കാറ്. അപ്പോൾ രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ അവിടെ കാണാൻ. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ വിളക്കൊക്കെ കത്തിച്ചിട്ട് അമ്പലം കാണാൻ നല്ല രസം കേട്ടോ. ഇനി കുറച്ച് ടൈമുള്ളത് തുടങ്ങാൻ 6 മണിക്കാട്ടോ തുടങ്ങുന്നത്. പീടെടുത്തിട്ട് കളത്തിക്കൊണ്ട് വെക്കുന്നതാണ്. എനിക്കത് കറക്റ്റ് പറയാൻ അറിയില്ല എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇപ്പം നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ആളുകളുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ടൈം ആകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ. അപ്പോൾ നട തുറക്കാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അമ്മയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. ഞാൻ ഇവിടെ തന്നെ നിന്നു. നല്ല തിരക്കായത് കാരണം തിരക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലമൊക്കെ വളം വെച്ച് വന്ന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അഖണ്ഡനാമം തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് നേരം കണ്ടിരുന്നിട്ട് കുട്ടികളെ എഴുന്നേൽക്കുമ്പോഴേക്കും വീട്ടിൽ തന്നെ പോകണം. അപ്പോൾ അവരെ പോയി റെഡിയാക്കിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടുകാർക്കും എനിക്കും എല്ലാവർക്കും സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കാറില്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കുന്നത് അഖണ്ഡനാമം കേട്ടോ. അപ്പോൾ അത് കാരണം നാട്ടിലത്തെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇന്ന് ഫുൾ ഡേ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് പിന്നെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോകും, ഇടയ്ക്ക് വരും. അങ്ങനെ കേട്ടോ. ഞാൻ ഫുൾ ഡേ ഇവിടെ ഇരിക്കാറില്ല. ഇടയ്ക്ക് പോകും. നമ്മളെ വീട്ടിലിരുന്നാലും നാമജപമൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ആയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ പോകണം. കാരണം വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇത്ര അടുത്തായതുകൊണ്ട് നമ്മൾ ബാത്റൂമൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇവരെല്ലാവരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. പിന്നെ കുട്ടികളെ റെഡിയാക്കി വരണം. അപ്പോൾ കുട്ടികളെ രണ്ടാളെയും റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോരാട്ടോ തിരിച്ച് അമ്പലത്തിൽ തന്നെ. അവരെപ്പോഴാട്ടോ ആ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ കണ്ടത്. ഇനിയിപ്പോൾ എന്തായാലും അത് വാങ്ങിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ ഞങ്ങൾ ഉപ്പുമാവും റവയും സേമിയും കൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ. അത് കഴിച്ചു. പാൽച്ചായം കുടിച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ അമ്മേൻ്റെ ചേച്ചിയാണ്. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ വന്നത് ഫ്രഷായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറിനാൻ വേണ്ടി പോയിട്ടോ. അച്ചാറുണ്ടായിരുന്നു, പിന്നെ പയറും മത്തനും ഓല ഉണ്ടായിരുന്നു, കായപ്പേരുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഒരു 2 മണി 3 മണി വരെ അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. എന്നിട്ട് മേലൊക്കെ കഴുകിയിട്ട് വിടും. ഇപ്പം ഞാൻ ദീപാരാധനയ്ക്ക് വേണ്ടി പോകാം കേട്ടോ. അപ്പം ഞാൻ സാരി എടുത്തിട്ട് പോകാം കേട്ടോ. ഇനി എന്തായാലും കുട്ടീനെ ഒരുക്കി ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ട് അമ്പലത്തേക്ക് തന്നെ ദീപാരാധനയുടെ സമയത്താട്ടത്. ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ സമയത്ത് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ എപ്പോഴും വരാറുണ്ട്. എനിക്ക് ഈ സമയം ഭയങ്കര ഇഷ്ടമാണ്.
ദീപാരാധനയൊക്കെ തൊഴുത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. വൈകുന്നേരം ഇഡലിയും സാമ്പാറും ചട്നി പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇഡലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊക്കെ 2 കിട്ടിയുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഉറക്കി ഞാൻ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഒരു 12 മണി വരെ ഞാൻ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി. പിന്നെ രാവിലെ എണീറ്റ് വരേണ്ടതാണ്. അപ്പം ഞാൻ ഒരു 5 മണിക്ക് വീണ്ടും രാവിലെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ 6 മണിയായിട്ടപ്പോൾ നമ്മൾ പീരീഡ് എടുക്കാനുള്ള സമയമായി. അപ്പോൾ ഈ വർഷത്തെ അഖണ്ഡനാമം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ശരണവിളി ഈ സമയത്ത്. അപ്പോൾ അത് കാണാൻ കേട്ടോ ഞാൻ വന്നത്. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മളുടെ അഖണ്ഡനാമം കഴിഞ്ഞു കേട്ടോ ഈ വർഷത്തെ. അപ്പോൾ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.